ടോസ് ഇടാൻ പോയ സൂര്യനോട് ചോദിക്കും ടീമിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ. അവിടെ സൂര്യ പറയും ആ 2 ചേഞ്ചസ് ഉണ്ട്. ഒന്ന് വാഷിങ്ടണിന് പകരം അക്സർ വരുന്നത്, പിന്നെ റിങ്കുവിന് പകരം സഞ്ജു വരുന്നതെന്ന്. സ്റ്റേഡിയം മറ്റേ ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടിയ പോലെ പൊട്ടിത്തെറിക്കലാണ്. പിന്നെ സഞ്ജുവാന്ന് കീപ്പർ എന്നും കൂടി പറഞ്ഞതിന് ശേഷം പിന്നെ പറയേണ്ട, എല്ലാവരും അങ്ങ് ആഘോഷിക്കലാണ്. സൂര്യ മറ്റേ ചിരിച്ചുകൊണ്ടിങ്ങനെ മറ്റേ ബാഹുബലിയിലെ സീനില്ലേ, മറ്റേ പൽവാൾ ദേവൻ രാജാവാക്കലും ബാഹുബലിനെ സൈന്യാധിപതിയാക്കുന്ന സൈന്യാധിപതിൻ്റെ പേര് പറയുമ്പം പ്രജകളിങ്ങനെ ഇതാക്കുന്നത്, ആ ഒരു വൈബേന് ഇന്നലെ ആ സമയത്ത് സ്റ്റേഡിയത്തിൽ. സൂര്യ തന്നെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഞെട്ടിപ്പോയി. കഴിഞ്ഞ കളീൻ്റെ മുന്നേ മറ്റേ ആരയ്ക്ക് പകരാന്ന് സഞ്ജുവിനെ കളിപ്പിക്കണ്ടേന്ന് ചോദിച്ചിട്ട് ചിരിച്ച് കളിയാക്കിയ ആളാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യ വേഴ്സസ് സിംബാബ്വെ സൂപ്പർ 8 നമ്മളെ 2ാമത്തെ കളീനെ പറ്റി കുറച്ച് വർത്താനം പറയാം. നമ്മൾ അടുത്ത കളിക്കാൻ പോകുന്നത് വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒപ്പരാന്ന് അറിയാലോ എല്ലാവർക്കും. അപ്പം എങ്ങനെയാണ് നിങ്ങളെ പ്രഡിക്ഷൻസും, നമ്മൾ ജയിക്കാൻ ചാൻസ് ഉണ്ടോ അല്ല, ആ കാര്യങ്ങളിലൊന്നും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ സിംബാബ്വെൻ്റെ ഒന്നിച്ചുള്ള കളി, സഞ്ജു ഹാപ്പി, ടീം ഹാപ്പി, കോച്ചിങ് സ്റ്റാഫ്സ് ഹാപ്പി, ക്യാപ്റ്റൻ ഹാപ്പി, അതുകൊണ്ട് നമ്മളും ഹാപ്പി. അതേനു ബാറ്റിങ് കഴിഞ്ഞേരുള്ള നമ്മളെ ആ ഒരു മൊത്തത്തിലുള്ള മൂഡ്, എല്ലാം സന്തോഷകരമായ നിമിഷങ്ങൾ. പക്ഷെ നമ്മളെ ബോളിങ് കഴിഞ്ഞേരം ആ സന്തോഷത്തിൻ്റെ ഒരു ലെവല് വല്ലാണ്ട് അങ്ങ് കുറഞ്ഞു പോയി. ടോസ് കിട്ടി സിംബാബ്വെ ക്യാപ്റ്റൻ നമ്മളെ ബാറ്റിങ്ങിന് വിടുന്നു. കുറച്ച് മുന്നേ ആണെങ്കിൽ എല്ലാവരും പറയുന്നു അയ്യോ സിംബാബ്വെൻ്റെ ക്യാപ്റ്റൻ എന്നാ ചെയ്തുവിട്ടെ, ഇവരെ ബാറ്റിങ്ങിന് വിട്ടിട്ട് 250-300 മേടിക്കാനാണെന്നോന്ന്. പക്ഷെ സത്യം പറയാലോ, നമുക്ക് എല്ലാവർക്കും ഭയങ്കര കോൺഫിഡൻസ് കുറവേനും നമ്മൾ ബാറ്റ് ചെയ്യാൻ പോകുമ്പോൾ. അങ്ങനെ ഓപ്പണിങ്ങിന് അഭിഷേകും നമ്മൾ സഞ്ജു ഇറങ്ങുന്നു. ടെൻഷൻ. സഞ്ജു ബോൾ ഫേസ് ചെയ്യുമ്പം ടെൻഷൻ, സഞ്ജു ബോൾ പൊക്കിയടിക്കുമ്പം ടെൻഷൻ, ലോഫ്റ്റ് ചെയ്യുമ്പം ടെൻഷൻ, ബോൾ പിക്ക് ചെയ്യുമ്പം ടെൻഷൻ. മൊത്തത്തിലൊരു ടെൻഷൻ നിറഞ്ഞ ഇന്നിങ്സ് ആയിരുന്നു നമുക്ക് മലയാളിയൊക്കെ, പ്രത്യേകിച്ച് സഞ്ജു ബാറ്റ് ചെയ്യുമ്പോൾ. പക്ഷേങ്കിൽ സത്യം പറയാലോ, വളരെ നല്ല അടിപൊളി ഒരു സ്റ്റാർട്ടാണ് സഞ്ജു അഭിഷേകം കൂടിയിട്ട് നമ്മളെ ഓപ്പണിങ്ങിന് തന്നെ. കാര്യം എന്ന് വെച്ചാൽ ഈ വേൾഡ് കപ്പിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല സ്റ്റാർട്ടാണ് ഈ സിംബാബ്വെൻ്റെ ഒന്നിച്ചുള്ള കളിയിൽ നമുക്ക് കിട്ടിയത്. സഞ്ജു അധികം റൺസൊന്നും എടുത്തിട്ടില്ലെങ്കിലും, അധികം എന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി അത്ര റൺസൊന്നും എടുത്തിട്ടില്ലെങ്കിലും ഈ ഒരു എക്സ്പ്ലോസീവ് സ്റ്റാർട്ടാണ് നമ്മളെ ഇന്ത്യൻ ടീം ഇത്രയും കാലം മിസ് ചെയ്ത്. ഈ ഒരു പോസിറ്റീവ് ഇൻറ്റൻ്റാണ് നമ്മൾ മിസ് ചെയ്ത്. സഞ്ജുവിനെ പറ്റി പറയാനാണെങ്കിൽ ഇപ്പം ഞാനാണ് സഞ്ജു നേരിക്ക്, എനിക്ക് ഇത്രയും ചാൻസ് കിട്ടി എനിക്ക് മുതലാക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഇത്രയും പ്രഷറുണ്ട്, എന്നെ കാത്തിട്ട് ഇത്രയും വലിയ ഫാൻ ബേസ് ഉണ്ട്, ഇപ്പോൾ ചെന്നൈൻ്റെ ഫാൻ ബേസ് ഉണ്ട്, മലയാളികളുണ്ട്. അപ്പോൾ പിന്നെ ഒരു ചാൻസ് കിട്ടുമ്പോൾ ഞാനാണെങ്കിൽ എന്നാ ചെയ്യുക, ഒന്ന് മെല്ലെ മുട്ടി ബോളെല്ലാം ഒന്ന് മനസ്സിലാക്കി ആ പവർ പ്ലേ എന്താ പറയുക അധികം റിസ്ക് എടുക്കാണ്ട് ഞാനങ്ങ് കളിക്കും. ടീമിന് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല, പക്ഷേങ്കിൽ എനക്ക് ദോഷമില്ലാത്ത രീതിയിൽ കളിക്കും. പക്ഷെ ഞാനല്ലല്ലോ സഞ്ജു, ചങ്ങായി എന്താ പറയുക സെൽഫിഷ് അല്ലല്ലോ. ആ ഒരു ഇൻറ്റൻറ്റ് ഇങ്ങനെ കിട്ടിയൊരു ചാൻസാണെന്നൊന്നും ചങ്ങായിക്കില്ല. ചങ്ങായിക്ക് എന്താ വേണ്ടേ, ടീമിൻ്റെ റണ്ണ് എത്രയും പെട്ടെന്ന് പവർ പ്ലേ എത്ര റൺസ് ചങ്ങായിക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ പരമാവധി ബോൾ വിഴുങ്ങാണ്ട് കളിക്കുക, പരമാവധി റൺസ് എടുക്കുക, ഔട്ടാകുന്നുണ്ടെങ്കിൽ ഔട്ടാവുക. ആടെ സഞ്ജുവിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ബാക്കി ഏതൊരു പ്ലെയർ ആണെങ്കിലും, രോഹിത് ശർമ്മേനെയാണ് ഞാൻ ഇതിന് മുന്നേ കണ്ടത്, എത്ര ഫോം ഔട്ടാണെങ്കിലും എത്ര റൺസ് എടുത്തിട്ടില്ലെങ്കിലും കളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ചങ്ങായി ടീമിന് വേണ്ടിയിട്ടേ കളിക്കും. അതേപോലെ തന്നെ അപ്പോൾ നമ്മൾ സഞ്ജുവിൻ്റെ ആ ഒരു പോസിറ്റീവ് ഇന്നൻ്റ് നമ്മൾ ഇന്ത്യൻ ടീം വല്ലാണ്ട് മിസ് ചെയ്തിട്ടുണ്ട് എന്ന് ബാക്കിയുള്ള ബാറ്റ്സ്മാൻമാരെ ബാറ്റിംഗ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത്രയും നാൾ നമ്മളെ സഞ്ജു കളിക്കാത്ത കളിയിലുള്ള ബാറ്റിങ്ങും ഇന്നത്തെ ആയ സിംബാബ്വെൻ്റെ കളിയിൽ നടന്ന ഒരു ഇൻസിഡൻസും അവരെ ബാറ്റിംഗ് സ്റ്റൈലും ആ ഒരു ഇൻറ്റൻറ്റും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സഞ്ജു ടീമിന് അത്രത്തോളം പോസിറ്റിവിറ്റി കൊണ്ട് തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പവർ പാക്ട് സ്റ്റാർട്ടിങ് നമ്മളെ ഇന്ത്യൻ ഇന്നിങ്സിന് കൊടുത്തതിന് സഞ്ജുവിനെ തീർച്ചയായിട്ടും നമ്മൾ അഭിനന്ദിക്കണം. അതേപോലെ തന്നെ കോച്ചിങ് സ്റ്റാഫെല്ലാം ഭയങ്കര ഹാപ്പിയാണെന്ന് തോന്നുന്നു. സഞ്ജു ഡഗ്ഔട്ട് പോയതിന് ശേഷം എല്ലാവരും കൈ കൊടുക്കുന്നതും ചിരിച്ച് വർത്താനം പറയുന്നതെല്ലാം കണ്ടിന്. ഇതൊന്നും നമ്മൾ മുന്നേ കണ്ടിട്ടില്ല. ഇതേപോലെ സഞ്ജുവിനെ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ എന്തോ ഒരു എന്താ പറയുക ബാക്കപ്പ് ചങ്ങായിക്ക് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും സഞ്ജു ഔട്ടായ ആ ഒരു രീതി, കഴിഞ്ഞ കളിയിൽ നമ്മൾ അഭിഷേകിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ സെയിം ഔട്ട്, സെയിം ടൈപ്പ് ഓഫ് ബോള്, സെയിം ടൈപ്പ് ഓഫ് ഷോട്ട്, സെയിം ടൈപ്പ് ഓഫ് ഫീൽഡർ. അതാണ് കറക്റ്റായിട്ട് ആ സൈഡിലുള്ള ഫീൽഡർ എങ്ങനെയാണ് പവർ പ്ലേയിൽ സഞ്ജു ഫൈൻഡ് ചെയ്യുന്നതെന്നാണ് നമുക്ക് അതിശയാവുക. അപ്പം അതൊരു പ്രശ്നമാണ്, സത്യം പറയാമല്ലോ അതൊരു പ്രശ്നമാണ്. മുന്നേ അയ്യർക്ക് ഉണ്ടായിരുന്നു ഈ ഒരു ഇഷ്യൂ, ഷോർട്ട് ബോൾ വരുമ്പം കറക്റ്റ് ആ ഫീൽഡർക്ക് ക്യാച്ച് കൊടുത്തിട്ട് പോകുന്നത്. പിന്നെ രോഹിത്തും കുറേ എന്താ പറയുക കുറേ ചാൻസ് എല്ലാം കൊടുത്ത് കോച്ചിങ് സ്റ്റാഫ് നല്ലോണം കഷ്ടപ്പെട്ടിട്ട് ഇപ്പം
അതാണ് നമ്മളെ അയ്യർ ഏറ്റവും ബാറ്റിങ്ങിലെ പ്ലസ് പോയിൻ്റ്, പുൾ ഷോട്ട്. രോഹിത് കഴിഞ്ഞാൽ പിന്നെ പുൾ ഷോട്ട് ഇപ്പം കിടിലം പോലെ കളിക്കുന്നുണ്ട് അയ്യർ. മുന്നേ പുൾ ഷോട്ടിൽ ഷോർട്ട് ബോളിൽ പുൾ ഷോട്ട് കളിക്കാൻ നോക്കി ഔട്ടാകുന്ന ഒരാളേനു. അതേപോലെ തന്നെ ഈ ബോഡി ലൈനിൽ വരുന്ന ബോള് സഞ്ജുവിന് കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ചങ്ങായി പരിഹരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ അത് സഞ്ജു. പിന്നെയുള്ള ബാറ്റ്സ്മാൻമാർ അഭിഷേക് ഇതേപോലെ തന്നെ വലിയ പ്രഷറിലാണ് കളിക്കാൻ വന്നിട്ടുണ്ടാവുക. കുറേ ഡക്കിന് ശേഷം ഇറങ്ങുന്നു, എന്താ പറയുക, ബ്ലൈൻഡ് സ്ലോഗറാണെന്ന് എല്ലാവരും പറഞ്ഞു തുടങ്ങുന്ന ആ ടൈം. പക്ഷേ എങ്കിൽ ചങ്ങായിൻ്റെ ഒരു സെൻസിബിൾ ഇന്നിങ്സ്, നന്നായിട്ട് ബാറ്റ് മിഡിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നോക്കി കളിച്ച് പിന്നെ ഒരു പ്ലസ് പോയിൻ്റ് സഞ്ജു ഉള്ളതെന്നാന്ന് വെച്ചാൽ ഇവർക്ക് ഓഫ് സ്പിന്നറെ കളിപ്പിക്കാൻ പറ്റില്ല. ആദ്യത്തെ പവർ പ്ലേയിൽ ബാക്കിയുള്ള എല്ലാ ടീമും അങ്ങനെയാണെന്നല്ലോ ചെയ്തിന്. കിഷനും അഭിഷേകും കളിക്കാൻ വരുമ്പോൾ ഇവർ ഓഫ് സ്പിന്നർ ഇടും, ആരെങ്കിലും ഒരാൾ ഔട്ടാവും. പക്ഷേ ഇത് സഞ്ജു ഉള്ളതുകൊണ്ട് നടക്കുന്നില്ല. അപ്പോൾ അബി കിടലം പോലെ ഒരു 50 എടുത്ത് ഹാപ്പി. കിഷനും നല്ലൊരു ഇന്നിങ്സ് കളിച്ച്, സൂര്യ ഒരു കിടിലൻ ഇന്നിങ്സ് കളിച്ച്, അതേപോലെ തന്നെ ഹർദിക്കും തിലകിൻ്റെ കാര്യമാണ് എടുത്ത് പറയേണ്ടത്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടേനും, തിലക് ഈ സിംഗിളിട്ട് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതല്ല തിലകിൻ്റെ ഒരു എന്താ പറയുക, അയാളൊരു മെയിൻ കേപ്പബിലിറ്റി. സിമ്പിളായിട്ട് ബൗണ്ടറി പിക്ക് ചെയ്യലാണ് തിലകിൻ്റെ പ്ലസ് പോയിൻറ്റ്. അപ്പോൾ അയാൾക്ക് അങ്ങനെ ഒരു റോള് കൊടുത്തപ്പോൾ ആ ബാറ്റിങ്ങിൽ തന്നെയുള്ള മാറ്റങ്ങളില്ല. ഇത്രയും നാൾ നമ്മൾ ടുക് വർമ്മ എന്നും മറ്റേ എന്താ പറയുക ടെസ്റ്റ് പ്ലെയർ എന്നെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ തിലകിനെയാണ് നമ്മൾ മിസ് ചെയ്തതും. അപ്പം ഈ ഒരു പൊസിഷൻ ആദ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ലേനും. എന്തിനാ ഈ എന്താ പറയുക, ഒരു കളി 2 കളി അയാൾ ആങ്കർ ചെയ്തെന്ന് നമ്മൾ ജയിപ്പിച്ചിട്ടുണ്ട്, ഒരു കപ്പ് അയാൾ അതേപോലെ എടുത്തു തന്നിട്ടുണ്ട്. പക്ഷേ അയാളൊരു പ്ലസ് പോയിൻ്റ് വെച്ചിട്ടല്ലേ നമ്മൾ അയാൾക്കുള്ള റോള് ഫിക്സ് ചെയ്യേണ്ടത്. ഒരു ഫാസ്റ്റസ്റ്റ് 50 അയാൾക്ക് കിട്ടുന്നു. പക്ഷേങ്കിൽ അപ്പുറം നമ്മൾ ഹാർദിക് പാണ്ഡ്യനല്ലോ. ഇത് ആദ്യമായിട്ടല്ലല്ലോ തിലകിൻ്റെ ഒരു ഹാഫ് സെഞ്ചുറി പാണ്ഡ്യ മിസ്സാക്കുന്നു. തമാശക്ക് പറഞ്ഞാൽ പാണ്ഡ്യയും കിടലം പോലെ കളിച്ചൊരു 50 റൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 256 റണ്ണ്. നമ്മളെ ഡോമിനൻ്റ് ഇന്ത്യ ബാക്ക് ടു ഫോം എന്ന് പറഞ്ഞ് നമ്മളെല്ലാം സന്തോഷിച്ച് നിൽക്കുന്ന ടൈമിലാണ് നമ്മൾ ബോൾ ചെയ്യാൻ പോകുന്നത്. പവർ പ്ലേ ഓക്കെ, കാര്യം വിക്കറ്റൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും സിംബാബ്വെ വളരെ ശ്രദ്ധിച്ച് കളിച്ചുകൊണ്ട് അവർക്ക് വിക്കറ്റ് പോയിട്ടില്ല എന്നുള്ളൂ. പക്ഷേ വലിയ റൺസൊന്നുമില്ല. പക്ഷെ പിന്നെ അങ്ങോട്ട് സിംബാബ്വെ എത്ര സിമ്പിളായിട്ടാണ് പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് വരുന്നത്. സിംബാബ്വെൻ്റെ ഇന്നിങ്സിൽ എടുത്തു പറയേണ്ടത് അവരെ ഓപ്പണർ ബെന്നറ്റ് എത്ര സിമ്പിളായിട്ട് ആ ചങ്ങായി ബാക്കിയുള്ളവരായിട്ട് പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നത്. കിടിലം പോലെ ഇന്നിങ്സ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതിന് ആ ചങ്ങായി. എൻ്റെ അഭിപ്രായത്തിൽ ഈ ജയിച്ച ടീമിലെ പ്ലെയർക്ക് തന്നെ ഈ മാൻ ഓഫ് ദ മാച്ച് കൊടുക്കുന്ന പരിപാടി നിർത്തിയിട്ട് ആർക്കാണോ ഡിസേർവിങ് അയാൾക്ക് കൊടുക്കുക. ഇന്നലത്തെ കളിയിൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ എന്തുകൊണ്ടും പാണ്ഡ്യനെക്കാട്ടിയും ഡിസേർവിങ് ബെന്നറ്റ് തന്നെയാണ്. പാണ്ഡ്യ മോശം കളിയാണെന്നല്ലേ, ബെന്നറ്റ് എന്തുകൊണ്ടും ആ ഒരു ഇന്നിങ്സിൽ ഡിസേർവ്ഡ് ആയിരുന്നു. ഇത് വെൽ ഡിസേർവ്ഡ് സെഞ്ചുറി മിസ്സായിരുന്നെങ്കിലും 97 നോട്ട് ഔട്ട്, അത് ഇന്ത്യനെ പോലത്തെ ഒരു ടീമിൻ്റെ ഒപ്പരം ഇത്രയും വലിയ റണ്ണ് ചേസ് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നമ്മൾ അഭിനന്ദനം കൊടുക്കേണ്ട ഒരു ഇന്നിങ്സ് തന്നെയാണ്. ഇനി നമുക്ക് നമ്മളെ ബോളിങ്ങിലേക്ക് തിരിച്ചു വരാം. ബുംറ, അർഷ്ദീപ്, പാണ്ഡ്യ വളരെ നല്ലോണം നല്ല കൺട്രോളിൽ ബോൾ ചെയ്തിട്ടുണ്ട്. നല്ല ലൈനും ലെങ്ത്തും കീപ്പ് ചെയ്ത് ബോൾ ചെയ്തിട്ടുണ്ട്. അധികം റൺസ് ലീക്ക് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളെ ബാക്കിയുള്ള ബോളേഴ്സ് വരുൺ, അക്സർ, ദുബെ. വരുൺ കഴിഞ്ഞ കളിയിലും അവർ സിമ്പിളായിട്ട് പിക്ക് ചെയ്യുന്നുണ്ടേനും. പക്ഷേങ്കിൽ എന്താ പറയുക, വരുണിനെ പോലത്തെ ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയർ ഇങ്ങനൊരു പിച്ച്, പക്ഷേ എന്താ പറയുക ചെപ്പോക്കിലെ പിച്ചാണെങ്കിലും അധികം സ്പിന്നേഴ്സിനൊരു ഹെൽപ്പ് ഇല്ലേനും. എന്നിരുന്നാലും വരുണിൻ്റെ അടുക്ക് നമ്മൾ കുറച്ചും കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് സാധാരണ ഒരു കളിയിലാണെങ്കിൽ അയാൾക്കൊരു 6 or 4 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ബോളിനിടയിൽ അവരൊരു മിസ്റ്റേക്ക്, ബാറ്റ്സ്മാൻ്റെ ഒരു മിസ്റ്റേക്ക് മുതലെടുത്തിട്ട് വരുൺ എന്തായാലും വിക്കറ്റ് എടുക്കും. പക്ഷേങ്കിൽ സിംബാബ്വെ സിമ്പിളായിട്ട് പിക്ക് ചെയ്യുന്നു വരുണിനെ. എങ്ങനെ അറിഞ്ഞാലും അതിൽ വരുണിൻ്റെ ഓവറിൽ ഒരു റൺസ് കണ്ടെത്തുന്നു. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വരുണിൻ്റെ സ്ലീവിൽ എന്താ പറയുക അത്രയും പേസ് വേരിയേഷൻസ് ഉണ്ട്, അത്രയും സ്പിൻ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ബാറ്റ്സ്മാൻ അധികം എന്താ പറയുക പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ബോളറായിരുന്നു വരുൺ. പക്ഷെ എന്താണെന്നറിയില്ല, കഴിഞ്ഞ 2 കളിയായിട്ട് അയാൾ കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാറ്റ്സ്മാൻമാർക്ക് കൃത്യമായിട്ട് അതിന് കണക്കായിട്ട് റൺസ് ലീക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ അക്സറും സാധാരണ ഇത്രയധികം അക്സർ എന്താ പറയുക അയാളൊരു വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ്. അധികം റൺസ് കൺസീഡ് ചെയ്താലും കുറച്ച് വിക്കറ്റ് കിട്ടുന്ന ബോളറാണ്. പക്ഷേങ്കിൽ അക്സറിനെ അവർ കിടലം പോലെ പിക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്പിൻ അറ്റാക്ക് വെച്ചിട്ട് നമ്മൾ വെസ്റ്റ് ഇൻഡീസിനെതിരെ പോകുന്നുണ്ടെങ്കിൽ ഒരു 2016 അവർ റീക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്.
അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടേനു, ഈഡൻ ഗാർഡൻസിൽ കുൽദീപിനെ കൊണ്ടുവരുന്നത് ബെറ്റർ ആയിരിക്കും വരുണിനെക്കാട്ടിയും. കാര്യം ഈഡൻ ഗാർഡൻസ് വരുണിൻ്റെ IPL ഹോം ഗ്രൗണ്ടാണ്, അയാൾക്ക് നല്ല എക്സ്പീരിയൻസും നല്ല പെർഫോമൻസും അയാളവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ വെസ്റ്റ് ഇൻഡീസിന് വരുണിനെക്കാട്ടിയും പിക്ക് ചെയ്യാൻ കുൽദീപിനെ ആയിരിക്കും കുറച്ചും കൂടി ടഫ്. പിന്നെ നമ്മളെ ദുബൈനെ പറ്റി എന്നാ പറയേണ്ടത് തന്നെ, എന്താ പറയുക, നമുക്ക് ആർക്കും ഒരു ഐഡിയ ഉണ്ടാവില്ല. കാര്യം ഇന്നലെ ബോൾ ചെയ്യുമ്പം എൻ്റെ ഒപ്പം കളി കാണുന്ന പിള്ളേർ തന്നെ ചോദിച്ചു, ഈ ദുബൈ ഒന്നായി എറിഞ്ഞു കൊടുക്കുന്നു, ഒരു പ്രൊഫഷണൽ ക്രിക്കറ്ററല്ലേ ബോൾ എറിയുന്നത്, അത് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നത്, പ്രഷറാണോ എന്താ അയാൾക്ക് പറ്റിയെന്നറിയില്ല. കുറച്ച് നാളായിട്ട് വളരെ നന്നായിട്ട് ബോൾ ചെയ്ത് വരുന്നുണ്ടേനും. പക്ഷെ ഈ കളി ബീമർ എറിയുന്നു, നോ ബോൾ എറിയുന്നു, വൈഡ് എറിയുന്നു, ഒരു കൺട്രോൾ ഇല്ലാത്ത പോലത്തെ ഒരു ബോളിംഗ് ആണ് ദുബൈൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. പിന്നെ കുറേ ആൾ വരുന്നുണ്ട് ദുബൈ കാരണം നമ്മളെ റൺ റേറ്റ് ഇപ്പോൾ മൈനസായി നിൽക്കുന്നത്, അങ്ങനെ ഇങ്ങനെ. അതിലൊന്നും എനിക്കൊരു അഭിപ്രായമില്ല. കാരണം ദുബൈ ഇപ്പോൾ ആ 2 ഓവർ മീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും വെസ്റ്റ് ഇൻഡീസിൻ്റെ അത്ര റൺ റേറ്റ് എത്തൂല. ഇനി റൺ റേറ്റ് നോക്കിയിട്ട് നമ്മുടെ ഒരു കാര്യം, നമ്മൾ അടുത്ത കളി വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിക്കുക, അതാണ് നമുക്കുള്ള ആകെയുള്ള സെമിയിലെത്താനുള്ള വഴി. പിന്നെ ദുബൈ ഈ ക്യാപ്റ്റൻ ലാസ്റ്റ് ഓവർ അയാൾക്ക് കൊടുത്തത് അയാൾക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം വെസ്റ്റ് ഇൻഡീസിന് ഒന്നിച്ച് എന്തായാലും ദുബൈ ബോൾ ചെയ്യേണ്ടി വരും. കാരണം ഈഡൻ ഗാർഡൻസിലാണ് കളി. ഈ മീഡിയം പേസർക്ക് വിക്കറ്റ് കിട്ടാൻ ഏറ്റവും നല്ല ഗ്രൗണ്ട് നമ്മളെ ഈഡൻ ഗാർഡൻസാണ്. പക്ഷേ ദുബൈക്ക് ആ ഒരു ചിന്തയില്ലാതാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. ചങ്ങായിക്ക് ലാസ്റ്റത്തെ ഓവറിൽ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നതിനും നമുക്കും ദുബൈക്കും അതേപോലെ തന്നെ സഞ്ജുവിനും. എല്ലാം പറയണല്ലോ, ബാറ്റിങ്ങിൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, കിഷൻ കഴിഞ്ഞ് നമ്മൾ ഏറ്റവും കൂടുതൽ റിലേ ചെയ്യുന്നത് ദുബൈനെയാണ്. ഒരു എന്താ പറയുക, നമ്മൾ ടോപ്പ് ഓർഡർ കൊലാപ്സ് ആയി കഴിഞ്ഞാൽ ഇതുവരെ താങ്ങി നിർത്തിയിട്ടുള്ളത് ഇനി താങ്ങി നിർത്താൻ പോകുന്നതും ദുബൈ തന്നെയായിരിക്കും. പക്ഷേങ്കിൽ അയാളെ ഒരു എന്താ പറയുക, മുന്നേ കരിയറിൻ്റെ ആദ്യത്തെ സമയത്ത് ദുബൈ നല്ലോണം റണ്ണ് ലീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെ വളരെ നല്ലോണം ഇമ്പ്രൂവ് ആയി, നല്ലൊരു വിക്കറ്റ് ടേക്കിംഗ് ഓൾറൗണ്ടറായി നിൽക്കുമ്പോഴും ഇപ്പോൾ ഈ ഇത്രയും നിർണായകമായ ഘട്ടത്തിൽ സിംബാബ്വേൻ്റെ ഒന്നിച്ച് ഇത്രയും റണ്ണ് വഴങ്ങും. അത് റണ്ണ് വഴങ്ങിയ ആ ഒരു രീതിയാണ്, അതാണ് നമുക്കെല്ലാം പ്രശ്നം. സാധാരണ റണ്ണ് വാങ്ങിയതാണെങ്കിൽ ഓക്കെ, എല്ലാവർക്കും ഒരു ബാഡ് ഡേ ഉണ്ടാവുമല്ലോ, അടുത്ത കളി നോക്കാമെന്ന് ഇരിക്കും. പക്ഷേ ഇതൊരു വല്ലാത്ത രീതി ആയിപ്പോയി. എന്തായാലും വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒപ്പം ചങ്ങായി ബോളിങ്ങിലും ബാറ്റിങ്ങിലും അതേപോലെ തന്നെ ഫീൽഡിങ്ങിലും തിരിച്ചു വരുമെന്ന് നമുക്ക് വിചാരിക്കാം. അത് പറഞ്ഞുതരാം. ഫീൽഡിങ്, നമ്മളെ ബോളേഴ്സിന് വിക്കറ്റ് എടുക്കാൻ ഒരു ഇൻറ്റൻറ്റ് ഇല്ല എന്നുള്ള പോലെ തന്നെ റണ്ണ് എത്ര പോയാലും എന്താ പറയുക, അങ്ങനെ അങ്ങ് പോട്ട് എന്നുള്ളൊരു രീതിയാണ് നമ്മളെ ഫീൽഡേഴ്സിനും. ആർക്കും ഒരു ഉഷാറില്ല. അത് നമുക്ക് ഇത്ര വലിയ ടോട്ടലില്ലേ, ബോളങ്ങ് പോയിക്കോട്ടെ, വലിയ റിസ്ക് എടുക്കണ്ടല്ലോ എന്നുള്ള രീതിയിലുള്ള ആ ഒരു കുഴഞ്ഞു മറിഞ്ഞ പോലത്തെ ഒരു ഫീൽഡിങ്. ഇതെല്ലാം കൊണ്ട് വെസ്റ്റ് ഇൻഡീസിൻ്റെ അടുക്ക ജയിച്ചാലും സെമി പോയാലും ഫൈനലിലെത്തിയാലും എന്താ പറയുക, ആ ഒരു സംതൃപ്തി നമുക്ക് കിട്ടണ്ടേ. നമ്മളൊക്കെ പണ്ട് ഇന്ത്യ കളിക്കുമ്പം ജയിച്ചു കഴിഞ്ഞാൽ ആ ഒരു സംതൃപ്തി നമുക്ക് കിട്ടേണ്ടേനു. സത്യം പറഞ്ഞാൽ ജയിച്ചിട്ടുണ്ടെങ്കിലും ഈ കളിയിൽ ഞാൻ തീരെ സാറ്റിസ്ഫൈഡ് അല്ല. ബോളിങ്ങിലായാലും ഫീൽഡിങ്ങിലായാലും. ബാറ്റിങ്ങിൽ ഓക്കെ, ബാറ്റിംഗ് എന്താ പറയുക, നമ്മൾ വളരെ നല്ല പെർഫോമൻസ് നടത്തിയത്. പക്ഷേ ബോളിങ്ങും ഫീൽഡിങ്ങും അപ്പം അങ്ങനെയല്ലാന്ന് കാര്യങ്ങൾ. ഇനി അടുത്ത കളി വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒപ്പരാണ്. ഈ ഒരു മിസ്റ്റേക്ക് എല്ലാം കവറപ്പ് ചെയ്തിട്ട് നല്ലൊരു പെർഫോമൻസ് നമുക്ക് വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒപ്പം പ്രതീക്ഷിക്കാം. വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒപ്പമുള്ള കളി ജയിച്ചിട്ട് തന്നെ നമുക്കിങ്ങനെ വർത്തമാനം പറയാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഫോളോ ചെയ്താൽ നന്ദിയുണ്ടേ.